₹10 ഡോക്ടർ എന്നുള്ളൊരു പേരുണ്ട്. സൗജന്യമായിട്ട് ആളുകളെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടിക്കാതെ ഒരു ചികിത്സാ സംവിധാനത്തെ പറ്റിയിട്ടാണ് ആലോചിച്ചിരുന്നത്. പക്ഷെ എന്തുകൊണ്ടാണ് അങ്ങനെ ₹10 വെക്കാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്? ഇപ്പോൾ വയസ്സായ അമ്മമാർ വരെയും ആ ₹10 എങ്ങനെയെങ്കിലും സംഘടിപ്പിച്ചു കൊണ്ടുവന്ന് ഈ ചികിത്സയ്ക്ക് വേണ്ടി വരുമ്പോൾ ആ ₹10 തരുന്നത് നമ്മൾ കാണാറുണ്ട്. അതിൽ മറക്കാൻ പറ്റാത്ത ആരാണ്, അല്ലെങ്കിൽ ഒരു മനുഷ്യനുണ്ടോ? അത് ഒരുപാട് പേരുണ്ട്. 80 കിലോമീറ്ററോളം യാത്ര ചെയ്തിട്ടാണ് അട്ടപ്പാടിയിലേക്ക് എത്തുന്നത്. ആ യാത്ര എന്തെങ്കിലും മടുപ്പ് തോന്നിയിട്ടുള്ളതായിട്ടുണ്ടോ? മടുപ്പ് തോന്നിയാൽ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല. ഡോക്ടർമാർക്ക് എപ്പോഴും പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ചികിത്സ ആവശ്യമുള്ളവർ, ഏറ്റവും അസുഖം കൂടുതലുള്ള പലരും ഇപ്പൊ നമുക്ക് ചികിത്സ വേണ്ട, നമുക്ക് പിന്നെ ചികിത്സിക്കാം എന്ന് ചിന്തിക്കുന്ന ഒരു മനോഭാവം നമ്മൾ കാണാറുണ്ട്. വളരെ BP കൂടിയിട്ടുള്ള ഒരു പ്രഗ്നന്റ് ലേഡി, അവരെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യണമെന്ന് പറയുന്ന സമയത്ത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാനുള്ള മാനസികാവസ്ഥയില്ല. ഞാൻ വീട്ടിൽ പോവാണ് എന്നുള്ളത്. നാരായൺജിയെ ബിൽഡ് ചെയ്യുന്നതിൽ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ ഒരു പങ്ക് എത്രത്തോളമാണ്? ഏറ്റെടുത്ത കാര്യം പൂർത്തിയാവുന്നവരെ പ്രവർത്തിച്ചിട്ടാണ് നമുക്കത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു നിലവാരത്തിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അത് മതി എന്ന് തോന്നുന്ന ഒരു ഘട്ടം വന്നിട്ടില്ല. ഒരു OP എന്നുള്ള രീതിയിൽ ആരംഭിക്കുന്ന സമയത്ത് അന്നിവിടെ സംഘത്തിന്റെ ഒരു പഴയ കാര്യാലയമാണ് അഗളി ഭാഗത്തുണ്ടായിരുന്നത്. ആശുപത്രി എന്നുള്ള പേര് മാറ്റി കാര്യാലയത്തിൽ ചികിത്സയ്ക്ക് പോയി എന്നുള്ള രീതിയിൽ വരെ പറയുന്ന ഒരു സാഹചര്യം ഉണ്ട്. ഏതെങ്കിലും മൊമെന്റിൽ നിരാശ തോന്നിയിട്ടുണ്ടോ? നിരാശയില്ല, വിഷമങ്ങൾ ഒരുപാടുണ്ടായിട്ടുണ്ട്. നമസ്തേ. മനുഷ്യനെ സേവിക്കുന്നത് ഈശ്വരനെ സേവിക്കുന്നതിന് തുല്യമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു സംഘടനയുണ്ട്. ആ സംഘടനയിൽ നിന്നെത്തി മാനവ സേവയെ ജീവിതമാക്കി മാറ്റിയ ഒരു മനുഷ്യനെയാണ് ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇന്ന് എനിക്കൊപ്പമുള്ളത് സ്വാമി വിവേകാനന്ദ മെഡിക്കൽ മിഷൻ ട്രസ്റ്റിന്റെ ചീഫ് മെഡിക്കൽ ഓഫീസറായ ഡോക്ടർ V. നാരായണനാണ്. നമസ്തേ. തിരുവനന്തപുരത്ത് നിന്ന് അട്ടപ്പാടിയിലേക്ക് ഉള്ളൊരു യാത്ര എന്ന് പറയുന്നത് ജീവിതത്തിലെ വലിയൊരു ടേണിംഗ് പോയിന്റ് ആണ് എന്ന് ഞാൻ കരുതുന്നു. എന്തുകൊണ്ടാണ് ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്? വിദ്യാഭ്യാസം ചെയ്യുന്ന സമയത്ത് തന്നെ ഇത്തരത്തിലൊരു വിദൂരമായ അല്ലെങ്കിൽ പൊതുസമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെട്ട ഒരു പ്രദേശത്ത്, ഒരു ഗ്രാമീണ അന്തരീക്ഷത്തിൽ അല്ലെങ്കിൽ വനവാസി ജനവിഭാഗങ്ങളൊക്കെ താമസിക്കുന്ന ഒരു സ്ഥലത്ത് അങ്ങനെയുള്ള ഒരു പ്രവർത്തന മേഖലയാണ് ആഗ്രഹിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസം കഴിഞ്ഞപ്പോൾ അങ്ങനൊരു സ്ഥലത്ത് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. അങ്ങനെ മുതിർന്ന പലരുമായിട്ട് സംസാരിച്ചപ്പോൾ ഇങ്ങനെ ഒരു സ്ഥലത്ത് അട്ടപ്പാടിയാണ് പ്രവർത്തിക്കാൻ വേണ്ടി നിർദ്ദേശം കിട്ടിയത്. പ്രചാരകനായിട്ടാണ് ആദ്യമായിട്ട് അട്ടപ്പാടിയിൽ എത്തുന്നത്. അന്ന് ഇവിടുത്തെ ജനതയെ കണ്ടപ്പോൾ, ഇവിടുത്തെ ആളുകൾ അനുഭവിക്കുന്ന കഷ്ടതകൾ, ആ ഒരു കാലഘട്ടം എന്ന് പറയുമ്പോൾ നമുക്കറിയാം കുറച്ചും കൂടി ഇന്നത്തെ പോലെ അല്ലല്ലോ. അപ്പൊ ആ ഒരു സാഹചര്യം എങ്ങനെയായിരുന്നു അന്ന്? പൊതുവെ അന്ന് യാത്രാ സൗകര്യങ്ങൾ, അതുപോലെ താമസിക്കാനുള്ള സൗകര്യങ്ങൾ, കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ വളരെ മിനിമൽ ആയിട്ടുള്ള ഒരു പ്രദേശമാണ് അട്ടപ്പാടി. ഇന്നും കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ട്, എന്നാലും മറ്റു പ്രദേശങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ കുറവാണ്. യാത്രയ്ക്കും അതേപോലെ ഓരോ സ്ഥലത്ത് എത്തിപ്പെടാനും നമ്മുടെ ഫോൺ സൗകര്യങ്ങളോ അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ വളരെ കുറവാണ്. അപ്പോൾ ഓരോ സ്ഥലത്തും എത്താനുള്ള റോഡുകളുടെ സൗകര്യങ്ങളൊക്കെ കുറവായിരുന്നു. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു കാലഘട്ടത്തിലാണ് ഞാൻ വരുന്ന സമയത്ത് അങ്ങനെയുള്ള ഒരുപാട് പരിമിതികളുണ്ടായിരുന്നു. അന്നത്തെ കാലത്ത് ഡോക്ടർ ഇവിടെ വരുമ്പോൾ നമ്മൾ ആളുകളിലേക്ക് ചെല്ലുന്ന സമയത്ത് അവരെ സംബന്ധിച്ച് ഈ ചികിത്സയൊക്കെ എന്ന് പറയുന്നത് പേടിപ്പെടുത്തുന്ന ഒന്നായിരിക്കണം, അല്ലെങ്കിൽ ഒരു ഡോക്ടറോട് കാര്യങ്ങൾ പറയുക, അതൊക്കെ അവർക്ക് പുതുമയുള്ള കാര്യങ്ങളായിരുന്നില്ലേ? അല്ല, അങ്ങനെ അത്രയും ഒരു അപരിഷ്കൃതമായ അങ്ങനെ ഒരു സമൂഹമായിരുന്നില്ല. അപ്പോൾ ഞാൻ വരുന്ന സമയത്തും ആശുപത്രികളിൽ പോകുന്ന സ്വഭാവവും മരുന്ന് അല്ലെങ്കിൽ ചികിത്സ സ്വീകരിക്കുന്ന സ്വഭാവം അതൊക്കെ തന്നെ സാധാരണയായി തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അലട്ടിയിരുന്ന പ്രശ്നം, ഇപ്പോൾ ഡോക്ടർമാർക്ക് എപ്പോഴും പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ചികിത്സ ആവശ്യമുള്ളവർ, ഏറ്റവും അസുഖം കൂടുതലുള്ള പലരും ഇപ്പൊ നമുക്ക് ചികിത്സ വേണ്ട, നമുക്ക് പിന്നെ ചികിത്സിക്കാം എന്ന് ചിന്തിക്കുന്ന ഒരു മനോഭാവം നമ്മൾ കാണാറുണ്ട്. അപ്പം ആശുപത്രിയിൽ എപ്പോഴും രോഗികളൊക്കെ വരുന്നതും മരുന്ന് വാങ്ങാനും അങ്ങനെയുള്ള രീതികളൊക്കെ ഉണ്ടെങ്കിലും വളരെ ഇപ്പോൾ ഉദാഹരണത്തിന് വളരെ BP കൂടിയിട്ടുള്ള ഒരു പ്രഗ്നന്റ് ലേഡി, അപ്പോൾ അവരെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യണമെന്ന് പറയുന്ന സമയത്ത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥയില്ല. ഞാൻ വീട്ടിൽ പോവാണ് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ വളരെ ഹൈ BP ഉള്ളൊരു രോഗി, അല്ലെങ്കിൽ ഷുഗർ വളരെ കൂടിയിട്ടുള്ള രോഗി, അല്ലെങ്കിൽ TB ഉണ്ട്, അപ്പോൾ നമ്മൾ അഡ്മിറ്റ് ചെയ്താലേ മരുന്ന് കഴിക്കണം എന്ന് പറയുന്ന സമയത്ത് അതിനോട് വിമുഖത കാണിക്കുന്ന അങ്ങനത്തെ ഒരു വിമുഖത നമുക്ക് പൊതുവെ നമ്മൾ കാണാറുണ്ട്. അതാണ് കൂടുതലും കണ്ടിട്ടുള്ളത്. എങ്ങനെയാണ് വിവേകാനന്ദ മിഷൻ അട്ടപ്പാടിയിൽ ആരംഭിക്കുന്നത്? അന്ന് അട്ടപ്പാടിയിലുള്ള ഒരേ മനസ്സുള്ള കുറച്ച് ആൾക്കാർ ഒരുമിച്ച് ചേർന്നിട്ട്, ഒരു 8 പേര് ചേർന്നിട്ട് വിവേകാനന്ദ മെഡിക്കൽ മിഷൻ എന്നുള്ള
ട്രസ്റ്റ് രൂപീകരിച്ചു. സംഘത്തിൻ്റെ ഒക്കെ ഒരു ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ ഇങ്ങനൊരു ട്രസ്റ്റ് രൂപീകരിക്കാനുള്ളൊരു മൊത്തത്തിലൊരു ആലോചനയുണ്ടായി. അപ്പോൾ അതിൽ നമ്മളിവിടെയുള്ള കുറേ പ്രവർത്തകരെല്ലാവരും കൂടെ ഒരുമിച്ച് കൂടിയിട്ടാണ് 8 പേര് ചേർന്നിട്ട് തുടങ്ങിയത്. പിന്നീട് സമൂഹത്തിലെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന പല വിദഗ്ധരായവരും മറ്റ് സേവാ മനോഭാവമുള്ളവരും ഇങ്ങനെയുള്ളൊരു പൊതുകാര്യത്തിന് വേണ്ടി മനസ്സ് അല്ലെങ്കിൽ സമയം ചെലവഴിക്കാൻ പറ്റുന്ന ആൾക്കാരെ കണ്ടെത്തി അത് പിന്നെ വിപുലീകരിച്ചു. അങ്ങനെ ക്രമേണ അതൊരു ഒരു 10-25 പേരുള്ള ഒരു ട്രസ്റ്റായി മാറി. അത് വർഷാവർഷം എല്ലാ വർഷവും അതിലേക്ക് പുതിയ ആളുകളെ, നല്ല ആളുകളെ എടുക്കലും അവരെ അതിലേക്ക് ചുമതല കൊടുക്കലും അങ്ങനെയുള്ള കാര്യങ്ങളും നടന്നു വരുന്നു. ഇപ്പോൾ നമുക്കറിയാം ഇവിടെ ഡോക്ടർ എത്തുന്ന സമയത്ത് കാര്യാലയത്തിലാണ് ആശുപത്രിയായിട്ട് പ്രവർത്തിച്ചത്. OP ഒക്കെ ഉണ്ടായിരുന്നത് കാര്യാലയത്തിലാണ്. കാര്യാലയത്തിലെ ആ ഒരു പരിമിതപ്പെട്ട സംവിധാനങ്ങളിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരുന്നത്. പിന്നീട് ആശുപത്രി എത്തുന്നു. പക്ഷെ അപ്പോഴും ഈ 10 രൂപയാണ് 10 രൂപ ഡോക്ടർ എന്നുള്ളൊരു പേരുണ്ട്. നമുക്കറിയാം ഈ അട്ടപ്പാടി മേഖലയിലേക്കൊക്കെ വരുമ്പോൾ സാമ്പത്തികം എന്ന് പറയുന്നത് വലിയൊരു പ്രശ്നമാണ് ഇവിടുത്തെ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ അത് പരിഗണിച്ചുകൊണ്ട് ഇന്നും അതേ നിലയ്ക്ക് തന്നെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അന്നിപ്പോ ഈ ഒരു OP എന്നുള്ള രീതിയിൽ ആരംഭിക്കുന്ന സമയത്ത് അന്നിവിടെ സംഘത്തിന്റെ ഒരു പഴയ കാര്യാലയമാണ് അഗളി ഭാഗത്തുണ്ടായിരുന്നത്. അവിടെയാണ് അത് ഏകദേശം പ്രദേശം ഒരു അട്ടപ്പാടിയുടെ ഒരു സെന്റർ ആയിട്ട് വരുന്ന ഒരു സ്ഥലമാണ്. മുമ്പ് ഒരു 10 വർഷം മുമ്പ് ഒരു കാര്യാലയം ആശുപത്രി നടന്നിരുന്നു. അന്ന് ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ വേറെയും 1-2 ഡോക്ടർമാർ വന്നിരുന്നു. അപ്പോൾ അത് ചെറിയ ചെറിയ പീരീഡിലാണ്, 1 വർഷം 1.5 വർഷം അങ്ങനെ 6 മാസം അങ്ങനെ നടന്നിരുന്നു 2-3 തവണയായിട്ട്. അപ്പോൾ ആ സമയത്തൊക്കെ അതിന് കാര്യാലയ ആശുപത്രി എന്നാണ് നാട്ടുകാർ വിളിച്ചിരുന്ന പേര്. നമ്മൾ വിവേകാനന്ദ ഹെൽത്ത് മിഷൻ, വിവേകാനന്ദ മിഷൻ എന്നൊക്കെ പേര് വെച്ചിരുന്നെങ്കിലും പിന്നീടും കാര്യാലയ ആശുപത്രി എന്നുള്ള പേര് നാട്ടിൽ വളരെ പ്രചാരത്തിലുള്ളൊരു പേരാണ്. പലരും വിവിധ തരത്തിലുള്ള വിവിധ തട്ടുകളിലുള്ള സമൂഹത്തിലുള്ള ആളുകളെല്ലാം തന്നെ കാര്യാലയത്തിലെ ഡോക്ടർ, കാര്യാലയത്തിലെ ആശുപത്രി എന്നുള്ള രീതിയിൽ അതിനെ കണ്ടിരുന്നു. ഇപ്പൊ ആശുപത്രി എന്നുള്ള പേര് മാറ്റി കാര്യാലയത്തിൽ ചികിത്സയ്ക്ക് പോയി എന്നുള്ള രീതിയിൽ വരെ പറയുന്ന ഒരു സാഹചര്യം ഉണ്ട്. അത് ഇപ്പോഴും പറയുന്ന കേൾക്കാറുണ്ട്. ഞാൻ ഇവിടെ കാര്യാലയത്തിലുണ്ട്, എപ്പോഴാണ് വരുന്നതെന്നൊക്കെ ചോദിച്ചാൽ ഫോണിലൊക്കെ സംസാരിക്കും, നമുക്ക് കേൾക്കാൻ പറ്റും. അതൊരു ഒന്ന്. രണ്ടാമത്, ഇവിടുത്തെ വനവാസി രോഗികൾക്ക് അന്ന് മുതൽ ഇന്ന് വരെ 10 രൂപ എന്നുള്ള ഒരു ചികിത്സ ടോക്കൺ ഫീസാണ് നമ്മൾ വാങ്ങുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയെല്ലാം ചികിത്സ ഫ്രീ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 10 രൂപ ആശുപത്രി എന്നുള്ള പേര് അത് വളരെ വ്യാപകമായിട്ട് ഊരുകളിൽ ആളുകൾ ഉപയോഗിക്കും. 10 രൂപ ആശുപത്രി പോകണം എന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ പറയുന്നതും അത് പിന്നെ വളരെ പ്രചാരത്തിലുള്ള ഒരു പേരാണ് ഊരുകളിൽ. അപ്പോൾ വിവേകാനന്ദ മെഡിക്കൽ മിഷൻ എന്നുള്ള പേരൊന്നും ഒരു പക്ഷേ അറിഞ്ഞില്ലെങ്കിലും പുളിയമരത്തിൻ്റെ അടുത്തുള്ള ആശുപത്രി എന്നുള്ളതുകൊണ്ട് പുളിയമര ആശുപത്രി അതും പറയും. അതേപോലെ ഈ 10 രൂപ ആശുപത്രി എന്നുള്ള പേരും പറയും. അപ്പൊ അങ്ങനെയുള്ള ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ ഒരു ചികിത്സയ്ക്ക് 10 രൂപ വാങ്ങണമെന്നുമില്ല എന്നുള്ളതാണ്. പക്ഷെ എന്തുകൊണ്ടാണ് അങ്ങനെ 10 രൂപ വെക്കാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ടാവുക? അതായത് നമ്മളൊരു സൗജന്യമായിട്ട് ആളുകളെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടിക്കാതെ ഒരു ചികിത്സാ സംവിധാനത്തെ പറ്റിയിട്ടാണ് ആലോചിച്ചിരുന്നത്. പക്ഷേ ഈ ഒരു വനവാസി വിഭാഗത്തിൽ നിന്ന് വരുന്ന രോഗികളെ സംബന്ധിച്ചിടത്തോളം മൊത്തം ഫ്രീ ആണ് എന്നുള്ള രീതിയിൽ കാണുന്ന സമയത്ത് അവരുടെ ഒരു ഓണർഷിപ്പ്, അതായത് അവർ ഈ ചികിത്സയ്ക്ക് ഒരു മൂല്യം കൊടുക്കണം, അതുപോലെ ഞങ്ങൾ പൈസ കൊടുത്തിട്ടാണ് ചികിത്സിക്കുന്നതെന്നുള്ള ഒരു ചെറിയ ഒരു ബോധം ഉണ്ടാവുക എന്നൊക്കെയുള്ളൊരു കാഴ്ചപ്പാടിലാണ് അതിനൊരു 10 രൂപ എന്നുള്ളൊരു നിശ്ചിത തുക നമ്മൾ അവരെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്ന അല്ലെങ്കിലും എന്നാലും അവരൊരു തുക തരണം എന്നുള്ള രീതിയിൽ. അപ്പം അങ്ങനെ ഇപ്പോൾ വയസ്സായ അമ്മമാർ വരെയും ആ 10 രൂപ എങ്ങനെയെങ്കിലും സംഘടിപ്പിച്ചു കൊണ്ടുവന്ന് ഈ ചികിത്സയ്ക്ക് വേണ്ടി വരുമ്പോൾ ആ 10 രൂപ തരുന്നത് നമ്മൾ കാണാറുണ്ട്. അപ്പം സാഹചര്യങ്ങളൊക്കെ മാറി ഇപ്പോൾ ഒരുപാട് സാമ്പത്തികമായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ടെങ്കിലും ഈ ചികിത്സ എന്ന് പറയുന്ന സമയത്ത് വലിയ ഓപ്പറേഷനോ ഡെലിവറിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്ന സമയത്ത് അതിൻ്റെ ചികിത്സാ ചെലവുകൾ ഇപ്പോഴും ഇവിടെയുള്ള ഒരു നല്ല ശതമാനം ട്രൈബൽ രോഗികളെ സംബന്ധിച്ചിടത്തോളം ഒരു വെല്ലുവിളി തന്നെയാണ്. അപ്പം അതുകൊണ്ട് അങ്ങനെ ഒരു ചികിത്സാ സംവിധാനം കുറച്ച് നാളും കൂടി, അത് എത്ര നാളെന്ന് നമുക്ക് പറയാനറിയില്ല, എന്തായാലും ഒരു അത്തരത്തിലുള്ളൊരു നല്ല ഒരു ഫെസിലിറ്റി ഒരു 10 രൂപയ്ക്ക് ഒരു ചികിത്സാ സംവിധാനം അവർക്ക് കൊടുക്കണം എന്നുള്ളതാണ് നമ്മുടെ ഒബ്ജക്റ്റീവ്. ഇപ്പോൾ എല്ലാ ദിവസവും ഒരു 80 കിലോമീറ്ററോളം യാത്ര ചെയ്തിട്ടാണ് അട്ടപ്പാടിയിലേക്ക് എത്തുന്നത്. കോയമ്പത്തൂരിൽ നിന്ന് എന്നും അട്ടപ്പാടിയിലേക്ക് വരുന്നുണ്ട്. ആ യാത്ര എന്തെങ്കിലും മടുപ്പ് തോന്നിയിട്ടുള്ളതായിട്ടുണ്ടോ? മടുപ്പ് തോന്നിയാൽ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതൊരു വളരെ പ്ലസന്റ് ആയിട്ടുള്ള ഒരു യാത്രയാണ്. എന്ന് വെച്ചാൽ നമ്മളൊരു അട്ടപ്പാടി പോലെയുള്ള ഒരു വളരെ
മനോഹരമായ ഒരു പ്രദേശത്തേക്ക് എല്ലാ ദിവസവും യാത്ര ചെയ്യുന്നു. അപ്പോൾ സാധാരണ ആളുകൾ റിസോർട്ടിലൊക്കെ താമസിക്കാൻ വേണ്ടിയിട്ടാണ് യാത്ര ചെയ്യുന്നത്. നമ്മൾ ഒരു വർക്കിന് വേണ്ടിയിട്ട് യാത്ര ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നഗരത്തിൽ നിന്ന് അകന്ന് വളരെയധികം നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു സമൂഹത്തിൻ്റെ ഇടയിൽ പോയി നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്ന സമയത്തുള്ളൊരു എല്ലാ ദിവസവും അത് നമ്മളെ നമുക്ക് ഇഷ്ടമുള്ളൊരു കാര്യമായിട്ട് മാറിയിട്ടുള്ളൊരു സംഗതിയാണ്. അപ്പോൾ ഇത്രയും ദൂരം യാത്ര ചെയ്യുന്നു എന്നുള്ളത് ഒരു പ്രസക്തിയുള്ള കാര്യമായിട്ട് തോന്നിയിട്ടില്ല. പ്രചാരകനായി അട്ടപ്പാടിയിൽ എത്തി ശേഷം കല്യാണത്തിന് ശേഷവും അട്ടപ്പാടിയിൽ തന്നെ തുടരാൻ തീരുമാനിക്കുന്നു. ആരെങ്കിലും എല്ലാവരും ചോദിക്കാറില്ലേ എന്തുകൊണ്ടാണ് അട്ടപ്പാടിയോട് ഇത്രയും സ്നേഹം വന്നത് ഒരു തിരുവനന്തപുരത്തുകാരനെന്ന്? അല്ല, അത് അതായത് പലതും ഇല്ലാത്തൊരു സ്ഥലത്ത് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാക്കണം, അല്ലെങ്കിൽ അതിനെന്തെങ്കിലും ഒരു നമ്മളാൽ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള ആ ഒരു എർജാണ്, അല്ലെങ്കിൽ അതിനൊരു പാഷനാണ് ഇങ്ങനൊരു കാര്യം ചെയ്യാൻ വേണ്ടി തിരഞ്ഞെടുക്കാൻ കാരണം. അപ്പോൾ അതുകൊണ്ട് അത് നിലനിൽക്കുന്നിടത്തോളം നമുക്ക് ആ എടുത്ത കാര്യം അതിൻ്റെ ഒരു ലോജിക്കൽ കൺക്ലൂഷനിലേക്ക് വരുന്നവരെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു വലിയ സമൂഹമാണ്. ഒരു ആയുസ്സും മതിയാവില്ല ഇങ്ങനത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ. കുറേ അധികം പേരുടെ അധ്വാനം കൊണ്ട് മാത്രമേ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റെടുത്ത കാര്യം പൂർത്തിയാവുന്നവരെ പ്രവർത്തിച്ചിട്ടാണ് നമുക്കത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു നിലവാരത്തിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അത് മതി എന്ന് തോന്നുന്ന ഒരു ഘട്ടം വന്നിട്ടില്ല. നാരായൺജിയെ ബിൽഡ് ചെയ്യുന്നതിൽ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ ഒരു പങ്ക് എത്രത്തോളമാണ്? അത് 100% സംഘത്തിന്റെ ഒരു കോൺട്രിബ്യൂഷനാണ്. കാരണം ഞാൻ ആദ്യം മെഡിക്കൽ കോളേജിൽ പഠിക്കാൻ തുടങ്ങുന്ന സമയത്ത് അന്ന് ഭാരതീയ വിചാര കേന്ദ്രം പരമേശ്വരജിയുടെ കേന്ദ്രത്തിലാണ് പ്രവർത്തനം ആരംഭിച്ചത്. അതിനുശേഷം അവിടെയുള്ള ഒരുപാട് പേര്, അവിടെ വന്നിട്ടുള്ള പ്രചാരകന്മാർ, അവിടെയുള്ള കാര്യകർത്താക്കൾ, അവർ അതിൻ്റെ ആദ്യ പാഠങ്ങൾ, സംഘടനാ പ്രവർത്തനം, അല്ലെങ്കിൽ ഓരോന്നും ചെയ്യുന്നതിനൊരു മാനേജ്മെൻറ്റ്, അതിൻ്റെ ഒരു ടെക്നോളജി ഉണ്ട്, അല്ലെങ്കിൽ ഒരു മെത്തഡോളജി ഉണ്ട്. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം അവിടെ നിന്നാണ് പഠിച്ചത്. ഇപ്പം പരമേശ്വരജിയുടെ കുറേ ആശയ തരത്തിലുള്ള ഒരു ഫൗണ്ടേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നീട് ഈ പ്രചാരകമാവുന്ന സമയത്തും സംഘത്തിൻ്റെ പലതരം ട്രെയിനിങ്ങുകൾ, സംഘത്തിൻ്റെ പ്രചാരകമായിട്ടിരിക്കുന്നത് തന്നെ ഒരു 3 വർഷത്തെ ഒരു വലിയ ട്രെയിനിങ് ആണ്. അപ്പോൾ ആ സമയത്ത് നമ്മളെങ്ങനെ നമ്മുടെ ടൈം ഉപയോഗിക്കുന്നു, എങ്ങനെ ആളുകളെ നമ്മൾ മോട്ടിവേറ്റ് ചെയ്യുന്നു, നമ്മളെങ്ങനെ നമ്മുടെ മോട്ടിവേഷൻ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളിലൂടെയാണ് അതുകൊണ്ടാണ് ഇപ്പോഴും നമുക്കത് ആ മോട്ടിവേഷൻ ഡൈവേർട്ട് ചെയ്യാതെ സ്വയം മോട്ടിവേറ്റ് ചെയ്ത് അതുപോലെ പ്രശ്നങ്ങളുടെ ഇടയിലൂടെയും നമ്മൾ ഏറ്റെടുത്ത പ്രവർത്തനങ്ങൾ നല്ലൊരു ലോങ് ടേമിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഒരു പുഷ് കിട്ടുന്നത് ആ ഒരു പരിശീലനത്തിൻ്റെ ഭാഗം തന്നെയാണ്. അപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ ഒരുപാട് നമ്മളെ പലതരം വിഷയങ്ങളും സാമ്പത്തികമായും ആളുകളില്ലാത്തതും ചെയ്യാൻ വേണ്ടത്ര നമ്മൾ ഉദ്ദേശിച്ച ഫലം കിട്ടാത്തപ്പോഴും ഒക്കെ തന്നെ ഇത് പെട്ടെന്ന് നമ്മൾ നിരാശ വരാൻ വളരെ എളുപ്പമാണ്. പക്ഷെ നമ്മളെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട്, അതിൽ നിന്ന് കിട്ടിയ ട്രെയിനിങ്, അതിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു വലിയ ഊർജ്ജം അതിപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഒരു വലിയ ഫാക്ടറാണ് ഇതിൻ്റെ പുറകിൽ. ഇങ്ങനത്തെ പ്രവർത്തനം നടത്തുന്നതിന് അത് വലിയൊരു ഫാക്ടറാണ്. ഇപ്പോൾ ഇത്രയും കാലമായിട്ടുള്ള ഈ ഡോക്ടർ ജീവിതത്തിനിടയ്ക്ക് ഒരുപാട് മനുഷ്യരെ കണ്ടിട്ടുണ്ടാകും. അതിൽ മറക്കാൻ പറ്റാത്ത ആരാണ്, അല്ലെങ്കിൽ ഒരു മനുഷ്യനുണ്ടോ? അത് ഒരുപാട് പേരുണ്ട്. അങ്ങനെ നമുക്ക് പ്രേരണ തന്നിട്ടുള്ള, ഓരോ ഘട്ടത്തിലും നമുക്ക് പ്രേരണ തന്നിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അത് ഒരു വലിയ ലിസ്റ്റാണ്. അപ്പോൾ കാരണം അങ്ങനെ പലരിൽ നിന്നും പ്രേരണ കിട്ടുന്നതുകൊണ്ടാണ് നമുക്കിതിങ്ങനെ ചെയ്യാൻ പറ്റിയത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പരമേശ്വരജിയുടെ കൂടെ ഒരു 10 വർഷം ചെലവഴിക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. ഒരു ഭാഗ്യം എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. അതിനുള്ള അർഹത ഉണ്ടായിരുന്നോ എന്നൊക്കെ ഉള്ളത് വേറെ കാര്യം. പക്ഷെ പരമേശ്വരജിയുടെ കൂടെ അത്രയും അടുത്ത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാനും ഒരു ഗൈഡൻസ് കിട്ടാനും, പേഴ്സണലായിട്ട് തന്നെ പല കാര്യങ്ങളിലും ഗൈഡൻസ് കിട്ടാനും ഒക്കെ ഉള്ളൊരു ഭാഗ്യം ഉണ്ടായി. അത് കഴിഞ്ഞ് ഇവിടെ വന്നതിന് ശേഷം ഇവിടെ അതേപോലെ മഹാനായിട്ടുള്ളൊരു വ്യക്തിത്വം, ഒരു സ്വാമി ദയാനന്ദ സരസ്വതി ഇവിടെ അണക്കെട്ടിയിൽ. അപ്പോൾ സംഘത്തിൻ്റെ തന്നെ മുതിർന്ന കാര്യകർത്താക്കൾ അദ്ദേഹത്തെ കാണാനും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉള്ള ഉപദേശങ്ങൾ എടുക്കണം എന്ന്, നമ്മുടെ പ്രവർത്തനത്തെ സംബന്ധിച്ചിട്ടുള്ള ഉപദേശങ്ങൾ എടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെയും ഇടയ്ക്കിടയ്ക്ക് കാണാനും സംസാരിക്കാനും, അങ്ങനെ ഒരുപാട് കണ്ടിട്ടില്ലെങ്കിലും അത്യാവശ്യം കുറേ തവണ കാണാനും അദ്ദേഹത്തിൻ്റെ ഒരു അറ്റൻഷൻ നമുക്ക് കിട്ടാനും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊരു വലിയ ഭാഗ്യമാണ്. അതുപോലെ അനേകം വ്യക്തിത്വങ്ങളെ അങ്ങനെ കാണാനും സംസാരിക്കാനും ഒക്കെ പറ്റിയിട്ടുണ്ട്. അത് ഈ നേരത്തെ പറഞ്ഞ സംഘത്തിൻ്റെ ഇതിലുള്ളത് കൊണ്ട് അങ്ങനെയുള്ള വ്യക്തിത്വങ്ങളെ നമ്മൾ പിന്നെയും കണ്ടുകൊണ്ടേയിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇപ്പോൾ ഒരുപാട് മനുഷ്യരുടെ ജീവിതങ്ങൾ കാണുന്നുണ്ടല്ലോ, അതില് ഉള്ളിൽ തങ്ങി നിന്ന അല്ലെങ്കിൽ ഹൃദയത്തിൽ തൊട്ടൊരു അനുഭവം ഉണ്ടോ പങ്കുവയ്ക്കാൻ?
അല്ല, അനുഭവങ്ങൾ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനത്തിൻ്റെ റിസൾട്ടായിട്ട് വരുന്ന ഒരുപാട് അനുഭവമുണ്ട്. പിന്നെ ഇവിടുന്ന് കിട്ടുന്ന സ്നേഹം. ഉദാഹരണത്തിന് കോവിഡ് സമയത്ത് ഞാൻ ഒരു 3-4 മാസം അട്ടപ്പാടിക്ക് വരാൻ പറ്റില്ല. ഞാൻ താമസിക്കുന്ന കോയമ്പത്തൂർ ആയതുകൊണ്ട് ബോർഡർ ക്രോസ് ചെയ്തുകൊണ്ട് വരാൻ പറ്റിയിട്ടില്ല. ഒരു 3-4 മാസം കഴിഞ്ഞ് ബോർഡർ തുറന്നപ്പോഴാണ് ഞാൻ പിന്നെയും ആശുപത്രിക്ക് വരാൻ പറ്റിയത്. അപ്പോൾ ഒരുപാട് പേര് ഇങ്ങനെ കഴിഞ്ഞ 3-4 മാസമായിട്ട് കാണാൻ പറ്റിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് അമ്മമാർ, ഒരുപാട് ആളുകളൊക്കെ വന്നിട്ട് വലിയ ഒരു നമ്മളെന്തോ ഒരു 10-20 വർഷം കാണാത്ത പോലെയുള്ള രീതിയിൽ വലിയൊരു സ്നേഹ ഒരു അങ്ങനെ ഒരു അന്വേഷണം നടത്തിയിരുന്നു. അപ്പോൾ അത്രയും നമ്മളെ ഒരു പ്രതീക്ഷിച്ചിരുന്നു എന്നുള്ളത് ആ സമയത്താണ് മനസ്സിലായിരുന്നത്. ഒരു സാധാരണ ഒരു നല്ല വാക്ക് പറയലല്ല, ഒരു വലിയ വികാര പ്രകടനം ഒരുപാട് പേരെടുത്തുനിന്ന് അന്ന് ഉണ്ടായി. അതൊരു വലിയ അനുഭവമായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെ ഒരുപാട് ജാതി മത വ്യത്യാസമില്ലാതെ ഒരുപാട് പേരുടെ അങ്ങനെയുള്ള സ്നേഹം കിട്ടിയിട്ടുണ്ട്. അതൊരു ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നമുക്ക് കാത്തു സൂക്ഷിക്കാവുന്ന കാര്യങ്ങളാണ് അങ്ങനെയുള്ള കാര്യം. ഏതെങ്കിലും മൊമെന്റിൽ നിരാശ തോന്നിയിട്ടുണ്ടോ? നിരാശയില്ല, വിഷമങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. നിരാശ എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ നമ്മൾ ഇത് വിജയിക്കില്ല, നമുക്കിത് നിർത്തിക്കളയാമെന്നുള്ള അതാണല്ലോ നിരാശ എന്ന് പറയുന്നത്. അങ്ങനെ ഉണ്ടായിട്ടേ അല്ല, ഇല്ല. സങ്കടകരമായ വിഷമങ്ങൾ ഒരുപാട് സ്വാഭാവികമായിട്ടുണ്ടാവും. നമ്മളൊരു പ്രവർത്തനം ചെയ്യുന്ന സമയത്ത് എപ്പോഴും സന്തോഷിച്ചുകൊണ്ട് മാത്രം ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ വിഷമങ്ങൾ ഒരുപാടുണ്ടാവും. വൈഷമ്യങ്ങൾ ഓരോ പ്രവർത്തനം ചെയ്യുമ്പോഴും തടസ്സങ്ങൾ അല്ലെങ്കിൽ പ്രതിസന്ധികൾ അങ്ങനെയൊക്കെ സാമ്പത്തികമായും അതുപോലെ മനുഷ്യ വിഭവം ഒരു ആളുകൾ പറ്റിയ ആളുകളില്ലാത്തതിൻ്റെ അങ്ങനെയൊക്കെ ഒരുപാട് വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ പലപ്പോഴും ചില രോഗികളുടെ കാര്യത്തിലൊക്കെ നമ്മൾ പ്രതീക്ഷിക്കാതെ ചില രോഗികൾ മരിച്ചു പോകുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് കൂടുതലും ഉണ്ടായിട്ടുള്ളത്. വിഷമങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നിരാശ എന്ന് പറയുന്നത് ഇതൊന്നും ശരിയാവില്ല എന്നുള്ള ആ ഒരു അല്ല, ആ ഒരു ചിന്ത, ആ അർത്ഥത്തിലല്ല തോട്ട് പ്രോസസ്സ് വന്നിട്ടേ ഇല്ല. എന്നിട്ട് അത് വന്നിട്ട് എന്തൊക്കെയാണ് വിവേകാനന്ദ മിഷന്റെ ഇനി ഭാവിയിലുള്ള പ്രൊജക്ടുകൾ വരാനിരിക്കുന്നത്, അല്ലെങ്കിൽ ഭാവിയിലേക്കുള്ള ഒരു പദ്ധതികൾ എങ്ങനെയാണ്? ഇപ്പോൾ നമ്മുടെ ഒരു ഇമ്മീഡിയറ്റ് ആയിട്ടൊരു ചാലഞ്ച് ഉള്ളത് നമ്മളെ ഇപ്പോൾ നടക്കുന്ന പ്രവർത്തനങ്ങളുടെ ഒരു സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. നമ്മളൊരു വലിയ സാമ്പത്തിക കമ്മിയിലൂടെയാണ് നമ്മൾ പ്രവർത്തനം അപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് കാലങ്ങളോളം നമ്മൾ കഴിഞ്ഞ ഒരു 5-6 കൊല്ലം കൊണ്ട് പ്രവർത്തനത്തിൻ്റെ വലിപ്പം വല്ലാതെ കൂടിയിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ളൊരു ഫിനാൻഷ്യൽ സപ്പോർട്ട് നമുക്കില്ല. അപ്പോൾ എല്ലാ വർഷവും ഒരു 2-3 crores ഡെഫിസിറ്റ് വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ പ്രവർത്തനം നടക്കുന്നത്. അപ്പോൾ അതിനൊരു സാമ്പത്തിക ഭദ്രത, ഒരു പിന്നെ പ്രവർത്തനത്തിന് തടസ്സം വരാതെ എല്ലാവർക്കും ഒരു നല്ല പ്രതിഫലമൊക്കെ കൊടുത്തുകൊണ്ട് നമ്മുടെ കൂടെയുള്ളവരെ അങ്ങനെ പോകാന്നുള്ളൊരു ചാലഞ്ച് ഉണ്ട്. അതാണ് ആ സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ആദ്യത്തെ നമ്മുടെ ഒരു ലക്ഷ്യം. 2, ഇപ്പം നമ്മൾ ഇടുക്കിയിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ഇടുക്കിയിൽ ഒരു വലിയ ഒരു പൊട്ടൻഷ്യലുള്ള സ്ഥലമാണ്. അവിടെ ഒരുപാട് ചികിത്സ എന്നുള്ള രീതിയിലും മറ്റ് വിദ്യാഭ്യാസ കാര്യങ്ങളും ട്രൈബൽ കമ്മ്യൂണിറ്റി വലിയൊരു ബാക്ക്വേർഡ്നെസ് അനുഭവിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അട്ടപ്പാടിയിൽ തന്നെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾക്കൊരു സ്ഥായി ഭാവം, നല്ല ഒരു സെൻറ്റർ ഓഫ് എക്സലൻസ് പോലെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും നമ്മൾ ആലോചിക്കുന്നുണ്ട്. പിന്നെ വേറെ ചില സ്ഥലങ്ങളിൽ ഇതുപോലെ ഒരു നമുക്ക് ട്രൈബൽ മേഖലകളിൽ പ്രവർത്തനം ആവശ്യമുണ്ട് എന്നുള്ള രീതിയിലുള്ള ആവശ്യങ്ങൾ വരുന്നുണ്ട്. നമുക്കിങ്ങനെ അവിടെ പോയി പ്രവർത്തനം ആരംഭിക്കണം എന്നുള്ള രീതിയിൽ. അപ്പോൾ അത് സ്വാഭാവികമായിട്ട് ഇത് സംഘത്തിൻ്റെ ഒരു പ്രസ്ഥാനം എന്നുള്ള നിലയ്ക്ക് അവരുമായിട്ടൊക്കെ ആലോചിച്ചിട്ട് അതാത് മേഖലയിൽ ആവശ്യമുള്ളതനുസരിച്ചിട്ടുള്ള അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാവുന്നതാണ് എന്നുള്ളതാണ് ഇപ്പോൾ ഉള്ളത്. ഇന്നത്തെ കാലത്ത് ഈ ചികിത്സാ സേവനങ്ങളൊക്കെ ബിസിനസ്സായി മാറുന്ന ഒരു വലിയ പ്രശ്നം നമുക്ക് മുന്നിൽ നിൽക്കുന്നുണ്ട്. ആ ഒരു മാറ്റത്തിനെ നോക്കിക്കാണാറുണ്ടോ, അല്ലെങ്കിൽ എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത്? അത് ഏത് ഒരു ആക്ടിവിറ്റിക്കും ഒരു എക്കണോമിക് ബേസിസ് ഉണ്ട്, ഒരു ഫിനാൻഷ്യൽ ബേസിസ് ഉണ്ട്. അപ്പോൾ ആ ബേസിസ് നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നതല്ല. അതിന് വേണ്ടിയിട്ടൊരു അതിനെ തുടർന്ന് കൊണ്ടുപോകുന്നത് എപ്പോഴും സാമ്പത്തികമാണ്, ഏത് പ്രവർത്തനവും. പക്ഷെ അത് അതിൻ്റെ ഒബ്ജക്റ്റീവ് സാമ്പത്തികമാവാൻ പറ്റില്ല. അതായത് നിലനിർത്താൻ വേണ്ടി സാമ്പത്തിക ആവശ്യമുണ്ട്. പക്ഷേ സാമ്പത്തികത്തിന് വേണ്ടി എന്ന് പറഞ്ഞിട്ട്, ഫിനാൻസിന് വേണ്ടിയിട്ടെന്ന് പറഞ്ഞിട്ടൊരു പ്രവർത്തനം, പ്രത്യേകിച്ച് ഹെൽത്ത്, എഡ്യൂക്കേഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു പവിത്രത നഷ്ടപ്പെടുന്നത് കാണാറുണ്ട്. അപ്പം ഫിനാൻഷ്യലായിട്ട് ഇമ്പ്രൂവ്മെൻറ്റ് വേണം. ഇപ്പോൾ ഡോക്ടർമാർ, മറ്റ് സ്റ്റാഫ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള മരുന്ന് വാങ്ങാൻ പൈസ വേണം. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ അത്യാവശ്യമാണ്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ സാമ്പത്തിക ഭദ്രത ആവശ്യമാണ്. പക്ഷേ നമുക്ക് ഇത് ചെയ്താൽ കൂടുതൽ പൈസ കിട്ടും എന്നുള്ള രീതിയിലുള്ളൊരു കാര്യം നമുക്ക് അങ്ങനൊരു
ഒരു കമേഴ്ഷ്യൽ ഇൻട്രസ്റ്റിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഡെവലപ്പ് ചെയ്യുമ്പോൾ അതിന് സ്വാഭാവികമായിട്ടും പിന്നീട് അതിൻ്റെ ഭവിഷ്യത്തുകളും വേറെ ആയിരിക്കും. അപ്പോൾ അത് സഫർ ചെയ്യുന്ന അതുകൊണ്ട് ഒരുപാട് നമുക്ക് സഫറിങ്സ് വരാറുണ്ട്. സസ്റ്റൈനബിലിറ്റിക്ക് വേണ്ടി എപ്പോഴും നമ്മൾ ടാർഗറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഇത് നടത്തിക്കൊണ്ട് സ്ഥാപനം നിർത്തേണ്ടി വരും. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ വെച്ചിട്ട് ഫിനാൻഷ്യൽ പ്രോബ്ലം കൊണ്ട് നിർത്തേണ്ടി വരും. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കുള്ള വര എന്ന് പറയുന്നത് വളരെ നേർത്ത വരയാണ്. അപ്പോൾ ആ നേർത്ത വര കാണാൻ ഈ സ്ഥാപനം നടത്തുന്നവർക്ക് സാധിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പൊ 22 വർഷക്കാലമായി ഈ ഒരു അട്ടപ്പാടിയുമായി ബന്ധപ്പെട്ടിട്ടാണ് ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനൊപ്പം തന്നെ കുടുംബം അല്ലെങ്കിൽ കുടുംബത്തോടൊപ്പമുള്ള സമയം അതൊക്കെ എങ്ങനെയാണ് മാനേജ് ചെയ്യാൻ സാധിക്കുന്നത്? സമയം വളരെ കുറവാണ് കുടുംബമായിട്ട് ചെലവഴിക്കുന്നത്. അപ്പോൾ ഭാര്യ കുടുംബത്തിൻ്റെ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഭാര്യ ഏറ്റെടുക്കാറുണ്ട്. അവരും വളരെ ബിസി ആയിട്ടുള്ള ഗൈനക്കോളജിസ്റ്റാണ്. എന്നോടൊപ്പം തന്നെ വളരെ ഡേറ്റ് ആയിട്ട് വീട്ടിൽ വരുന്ന ആളാണ്. പക്ഷെ എന്നാലും അമ്മമാർ എൻ്റെ അമ്മയും ഭാര്യയുടെ അമ്മയും അവരും വീട് ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ മൊത്തത്തിലൊരു ഈശ്വരാനുഗ്രഹം എൻ്റെ പുറകിൽ ഒരുപാടുണ്ട്. നമ്മുടെ വീട് നന്നായി നിലനിൽക്കുന്നതിൽ ഒരു വലിയ ഈശ്വരാനുഗ്രഹമുണ്ട്. അപ്പോൾ കുട്ടികളൊക്കെ നന്നായി പഠിച്ച് നല്ല രീതിക്ക് മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ അതൊരു സന്തോഷമുള്ള അന്തരീക്ഷത്തിലാണ് ഉള്ളത്.